ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദോശയായാലോ. ദോശയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി ദോശകൾ ചെയ്തിട്ടുണ്ട്. ഉഴുന്നല്ലാതെയും ഉഴുന്നുള്ളതും ഗോതമ്പ് വെച്ചിട്ടും ഒക്കെ നമ്മൾ ദോശ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ദോശയാണ്. ക്യാരറ്റ് ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. ഡയബറ്റിക് പേഷ്യൻസിനും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ദോശയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയതായതുകൊണ്ടാട്ടോ ഞാൻ 4 എടുത്തിട്ടുള്ളത്. വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരുപാട് കൂടുതലായി പോകണ്ട കേട്ടോ. ഒരു ടീസ്പൂൺ മാത്രമാണ് ചെറിയ ജീരകം എടുത്തിട്ടുള്ളത്. ആ ഒരളവിന് മാത്രം എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്നും അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വലിയ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ചെറിയ ജാറിൽ ക്രഷ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിലായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിലൊന്നും അരഞ്ഞ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടില്ലേ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റിക് പേഷ്യൻസിനും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ദോശയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെന്നും കുഴപ്പമില്ല. ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. അത്ര ഒരുപാട് കൂടുതലായി പോകണ്ട. ഫ്ലേവർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഇതിൻ്റെ ഒരു പാകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് വേണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഉഴുന്ന് ദോശയൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ കറിവേപ്പില ആയതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ചെറിയൊരു കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്റർ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് കഴിയും. ഡിന്നറിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണിത്. ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെയാണിത്. ഇനി അതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉഴുന്ന് മാവിൽ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അപ്പക്കാരം ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഉഴുന്ന് വെച്ചിട്ടുള്ള ദോശ ഉണ്ടാവില്ല, ആ ഒരു ബാറ്ററിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ക്യാരറ്റൊക്കെ അരച്ചെടുത്തില്ലേ, ക്യാരറ്റും ചെറിയ ജീരകവും ഒക്കെ അരച്ചെടുത്തില്ലേ, ആ ഒരു മിക്സ് നമ്മൾ ഒരു ദോശമാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ഗോതമ്പ് മാവിൽ തന്നെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുമ്പിൻ്റെ ഒരു ദോശേൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് കഴിഞ്ഞോളും. ഇനി ഓരോ തവി എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡിൽ ചെയ്തെടുക്കണ്ട. വീഡിയോ ഞാൻ സ്പീഡിലാക്കിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ലോ ആക്കിയിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി അതിൻ്റെ ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും കൂടി ഒന്നെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും വെക്കണ്ട. മുകൾ ഭാഗം ഒരുപാട് കുക്ക് ചെയ്ത് കിട്ടാനൊന്നുമില്ലല്ലോ. ഒരു 10-15 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പം മുകൾ ഭാഗം നല്ല കളറൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഉഴുന്ന മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയ ദോശ പോലെ തന്നെ നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓട്ടയൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലും കാര്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് ദോശ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ ക്യാരറ്റ് കൊണ്ടുവരുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്